നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പ്രതീക്ഷയറ്റ അനുഭവങ്ങളും കുറവല്ല. ദൈവം കൈവിട്ടുവെന്നും പ്രാർത്ഥനകൾക്ക് ഫലമില്ലെന്നുമൊക്കെ തോന്നിപ്പോകുന്ന ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങൾ, ഇവയൊക്കെ മനുഷ്യ സഹജവും സാധാരണവുമാണെന്നേ പറയാൻ കഴിയൂ. എന്നാൽ ഇത്തരം നിരാശകളിൽ കുടുങ്ങിക്കിടക്കുവാനുള്ളവരല്ല നമ്മൾ. അടിയുറച്ച ദൈവവിശ്വാസവും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നുള്ള ഉറച്ച ബോധ്യവുമാണ് നമ്മെ ഇവിടെ തുണയ്ക്കുന്നത്. അതിനേറെ സഹായിക്കുന്നതാണ് തിരുവചനം. തിരുവചനത്തിലെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളാണ്. അവയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് നിഷേധാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം: നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ പ്രശ്നത്തെ പരിഹരിച്ചു തരുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള വചനമാണ്. ഈ വചനം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തനം 15-ാം അധ്യായം 10-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എന്റെ ദൈവമേ, നിന്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്നും നിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും മേൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. എന്നിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, എന്റെ എല്ലാ ബലഹീനതകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ തഴക്കദോഷങ്ങൾ, സ്വാർത്ഥത, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, മുൻകോപം, ആസക്തികൾ, ദുഷ്ചിന്തകൾ, നിരാശ, അപകർഷതാബോധം, മറ്റുള്ളവരെ വിധിക്കുന്ന പ്രവണത, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥനയിലുള്ള ശുഷ്കാന്തിക്കുറവ് എന്നിവ ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ ദ്രോഹിക്കുന്നവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. അവിടുത്തെ കൃപാസമുദ്രത്തിൽ എന്റെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയവും എല്ലാം ക്ഷമിക്കുവാനുള്ള മനസ്സും എനിക്ക് തരണമേ.
അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവുമെന്നു പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ കനിയണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന
പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ
വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.